Hey Siri, everything you want to know about Apple. Hi everyone, this is Ebensay from Evika. അങ്ങനെ നമ്മുടെ iOS 15.6ൻ്റെ ബീറ്റ 5 ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീറ്റ വന്നിരിക്കുന്നത് ഏകദേശം 272 MBയിലാണ് iPhone 7 Plus. അത് പല ഡിവൈസിലും പല സൈസായിരിക്കും. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.6 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 8.7 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്. tvOS 15.6 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 12.5 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്. HomePodOS 15.6 ബീറ്റ 5 റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ iOS 15.6 ബീറ്റ 5ൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു iOS 15.6 ഡെവലപ്പർ ബീറ്റ 5 വന്ന മാറ്റങ്ങൾ. തുടക്കം തന്നെ നമുക്ക് ഇതിൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളതിന് സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ താഴത്തേക്ക് പോയി ജനറൽ എന്ന ഓപ്ഷൻ ടാപ്പ് ചെയ്യുക. എബൌട്ട് സെക്ഷനിൽ പോവുക. ഇവിടെ നമ്മുടെ സോഫ്റ്റ് ഓപ്ഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 19G5063A എന്ന്. അതായത് നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത അപ്ഡേറ്റ് മിക്കവാറും RC റിലീസായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഈ ഒരു അപ്ഡേഷൻ നമുക്കൊരു പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇഷ്യൂവും ആ ഒരു കാര്യങ്ങളും തന്നെയായിട്ട് സസ്റ്റെയിൻ ചെയ്തു പോകും. പുതിയൊരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നാലാണ് ആ ഒരു കംപ്ലയിൻറ്റിന് നമുക്കൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ സൈസ് കണ്ടപ്പോൾ നമുക്ക് വലുതായിട്ടൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടില്ല. നമുക്ക് ചെറുതായിട്ട് വന്ന മാറ്റം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സേഫ്റ്റിയിലാണ് നമുക്ക് വന്ന ആ ഒരു മാറ്റം. അത് നമ്മുടെ സ്ക്രീൻ ടൈം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി സെറ്റപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് സ്ക്രീൻ ടൈം ഫോർ ഫാമിലി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പുതുതായിട്ട് ഒരു സ്പ്ലാഷ് സ്ക്രീനോ അല്ലെങ്കിൽ ഒരു ചെറിയ പോപ്പോ വന്നിട്ടുണ്ടാകും. ഞാൻ ആ ഫാമിലി സെറ്റപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് എനിക്ക് ആ ഓപ്ഷൻ വരാത്തത്. പക്ഷേ ഫാമിലി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡിവൈസിലേക്കും ആ ഒരു പോപ്പപ്പ് മെസ്സേജ് വന്നിട്ടുണ്ടാവും. പിന്നീട് വന്ന മാറ്റം എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് വലുതായിട്ട് കാണാനൊന്നും പറ്റില്ല. കാരണം വലിയ വിഷ്വൽ, അതായത് ഫ്രണ്ട് എൻഡിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. കോഡിങ്ങിൽ, അതായത് ബാക്ക് എൻഡിലാണ് കൂടുതൽ അപ്ഡേഷൻസ് അല്ലെങ്കിൽ കുറച്ചും അപ്ഡേഷൻസ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹോം ആപ്ലിക്കേഷൻസിലും നമുക്ക് ചെറിയൊരു മാറ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോം ആപ്ലിക്കേഷൻ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇൻവൈറ്റ് പീപ്പിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ നമുക്ക് വേറൊരാൾക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വേറൊരാൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജങ്കായിട്ടോ അല്ലെങ്കിൽ ട്രാഷ് എന്ന ഓപ്ഷനിലേക്കോ മാറ്റാനുള്ള പുതിയൊരു ഓപ്ഷനും നമ്മുടെ ഹോം ആപ്ലിക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ iOS 15.6ൻ്റെ ബീറ്റ 5ൽ നമുക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ബീറ്റ 4ൽ കുറച്ചും കൂടെ സ്മൂത്തായിരുന്നു. ബീറ്റ 5 ആയപ്പോൾ കുറച്ചും കൂടെ ഡ്രോപ്പായ, അതായത് ഫ്രെയിം റേറ്റ് കുറച്ചും കൂടെ ഡ്രോപ്പായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഫീൽ ചെയ്യണമെന്നില്ല. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഗീക്ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ iOS 15.6 ബീറ്റ 5ൻ്റെ ഗീക്ബെഞ്ച് സ്കോർ നോക്കുമ്പോൾ സിംഗിൾ കോർ വരുന്നത് 750യും മൾട്ടി കോർ വരുന്നത് 1399ഉമാണ്. എനിക്ക് വലിയ ചേഞ്ച്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രെയിം റേറ്റ് കുറച്ച് കുറഞ്ഞതുപോലെ തോന്നിയാലേ ഉള്ളൂ. അല്ലാത്ത പക്ഷം വേറെ ഒന്നിനും എനിക്ക് വലിയ ചേഞ്ചോ കാര്യങ്ങളോ തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്ത് അപ്പം തന്നെ നമുക്ക് ബാറ്ററി ഹെൽത്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു തറവായിട്ടുള്ള യൂസേജ് കഴിഞ്ഞാലാണ് നമ്മുടെ ബാറ്ററി ഹെൽത്ത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ബാറ്ററിയിലേക്ക് പോവുക, ബാറ്ററി ഹെൽത്ത് നോക്കുക. ഇപ്പോൾ എൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 82%. എൻ്റെ 83 എന്ന് പറഞ്ഞ ശതമാനം കുറഞ്ഞ് ഇപ്പോൾ 1% കുറഞ്ഞ് 82 ആയിട്ടുണ്ട്. എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല സ്ക്രീൻ ഓൺ ടൈമും ലഭിക്കുന്നുണ്ട്. എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുമ്പോൾ 2 മണിക്കൂറും 36 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 34 മിനിറ്റുമാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ എൻ്റെ സെക്കൻഡറി ഡിവൈസ് ആയതുകൊണ്ട് തന്നെ മ്യൂസിക് കോണ്ടൻറ്റുകളും അതുപോലെ വീഡിയോയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനാണ്
ഞാൻ കൂടുതൽ ഈ ഫോൺ യൂസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ചൂടാവാറുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു iOS 15.6 ബീറ്റ 5 ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ചാർജ് കുത്തിയിട്ടാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് എനിക്ക് ചെറിയൊരു ചൂട് ഫീൽ ചെയ്തായിരുന്നു. പിന്നീട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചൂടൊന്നും ഫീൽ ചെയ്തില്ല. ഇപ്പോഴും യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു വാംത്ത് പോലും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ കഴിഞ്ഞ അപ്ഡേഷനും പറഞ്ഞായിരുന്നു നമ്മുടെ iOS 15.6ൻ്റെ ഈ ഒരു അപ്ഡേഷനിൽ കുറച്ചും കൂടെ തെർമൽ മാനേജ്മെൻറ്റ് നമ്മുടെ OS വഴി വരുന്നുണ്ട് എന്ന്. ഇപ്പോൾ ഇത് എൻ്റെ മാത്രം ഡിവൈസിൽ എനിക്ക് തോന്നുന്നതാണ്, പല ഡിവൈസിലും പല പല ഫീഡ്ബാക്ക് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അടുത്തതാണ് നമ്മുടെ സ്റ്റോറേജ് ബഗിൻ്റെ കാര്യം. സ്റ്റോറേജ് ബഗിൻ്റെ കാര്യം ആപ്പിൾ ഇപ്പോഴും റിസോൾവ് ചെയ്തെന്നോ അല്ലെങ്കിൽ നോൺ ഇഷ്യൂലോ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റോറേജ് ബഗിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഐഫോൺ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ കുറേ അധികം കൂട്ടർക്ക് ഈ ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആപ്സിൻ്റെ കുറേ ഡാറ്റാസ് കാണിക്കും. നമ്മുടെ iOS ഡാറ്റ ഇപ്പോൾ ഏകദേശം കാണിക്കുന്നത് 7.29 GB സിസ്റ്റം ഡാറ്റ 5.65 GB കാണിക്കുന്നത്. പക്ഷേ കുറേ കൂട്ടർക്ക് ഈ ഒരു സൈസ് പോലും കാണിക്കുന്നില്ല. ഇവിടെ മിക്കവാറും 0 KB എന്നുള്ള ഓപ്ഷനിലാണ് ആ ഒരു കാര്യം കാണിക്കുന്നത്. പിന്നീട് എനിക്ക് വന്നൊരു ബഗ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മ്യൂസിക്കിലാണ്. ആപ്പിൾ മ്യൂസിക്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പാട്ടിനായിട്ട് ആ ഒരു പാട്ട് നമ്മൾ ക്യൂവിലേക്ക് ആഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാനൊരു പാട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അടുത്തൊരു പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ആ ഒരു പാട്ട് പ്ലേ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് ഞാൻ കൊടുക്കും. ആ പ്ലേ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കാൻ നേരം എനിക്ക് ആ ഒരു പാട്ട് ഓട്ടോമാറ്റിക്കലി ക്യൂവിലേക്ക് ആഡ് ആവും. പക്ഷേ ആ ഒരു പാട്ടായിരിക്കില്ല പിന്നീട് പ്ലേ ആവുന്നത്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആപ്പിൾ മ്യൂസിക് എടുത്ത് വെച്ചിരുന്ന ആ ഒരു പ്ലേലിസ്റ്റ് ആയിരിക്കും പിന്നീട് പ്ലേ ചെയ്യുന്നത്. ആ ഒരു ബഗ് എനിക്ക് ഈ ഒരു അപ്ഡേഷനിലും ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ബഗ് റിസോൾവ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ എപ്പോഴും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡിവൈസ് ഒന്നും കൂടെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും ഡിവൈസിന് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ ഡിവൈസ് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് നമ്മൾ ഫോഴ്സ്ഫുള്ളി റീസ്റ്റാർട്ട് എപ്പോഴും ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ ഡിവൈസ് എപ്പോഴും റീസ്റ്റാർട്ട് ചെയ്യാനാണ്, അതായത് ഒരു വീക്ക്ലി വൺസേലും റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ ഡിവൈസ് കുറച്ചും കൂടെ ബൂട്ടപ്പ് ഫാസ്റ്റ് ആവാൻ നമ്മുടെ ഡിവൈസിൻ്റെ പെർഫോമൻസ് കൂടാനും ചാൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ iOS 15.6ൻ്റെ ഒഫീഷ്യൽ റിലീസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മിക്കവാറും നമ്മുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് വരാൻ പോകുന്നത് ഒന്നെങ്കിൽ ഈ പറയുന്ന 13-ാം തീയതി ആയിരിക്കും നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ് അല്ലെങ്കിൽ RC റിലീസ് നമുക്ക് റിലീസ് ആവുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ ഒരു 15-ാം തീയതിയോ അല്ലെങ്കിൽ ഈ വരുന്ന 3-ാമത്തെ ആഴ്ചയോ ചിലപ്പോൾ നമുക്ക് നമ്മുടെ iOS 15.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉണ്ടാകും. കാരണം 15-ാം തീയതിയാണ് നമ്മുടെ M2 MacBook Air നമുക്ക് പ്രീ ബുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മുടെ ആപ്പിൾ ജൂലൈ 15-ന് ആ ഒരു OS റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞേക്കുന്നുണ്ട്. നമ്മുടെ iOS 16ൻ്റെ കാര്യം പറയുമ്പോൾ 16 മിക്കവാറും നമുക്ക് ഈ ആഴ്ച തന്നെ അവസാനം, കുറേ പേര് പറഞ്ഞു 7-നാണ് വരുന്നത്, കുറേ പേര് പറഞ്ഞു 8-നാണ് വരുന്നത്. അപ്പോൾ മിക്കവാറും നമുക്ക് iOS 16 ഡെവലപ്പർ ബീറ്റ 3 നമുക്ക് ഈ ഒരു വീക്കിലും അതേപോലെ തന്നെ iOS 16 പബ്ലിക് ബീറ്റ 1 നമുക്ക് അടുത്ത വീക്കിലും, അതായത് മോസ്റ്റ്ലി കണ്ടുവരുന്നത് നമ്മുടെ iOS 16 ഡെവലപ്പർ ബീറ്റ 3 റിലീസായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ iOS 16 പബ്ലിക് ബീറ്റ നമുക്ക് റിലീസ് ആവാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ആഴ്ചയിൽ നമുക്ക് ഡെവലപ്പർ ബീറ്റ 3യും അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിൽ നമുക്ക് പബ്ലിക് ബീറ്റ 1ഉം 16ൻ്റെ പബ്ലിക് ബീറ്റ 1ഉം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.6 ബീറ്റ 5ൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായി അതേപോലെ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷനും അതേപോലെ അവർക്ക് ഹെൽപ്ഫുൾ ആകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ ആപ്പിൾ കോണ്ടൻറ്റുകളും നിങ്ങളുടെ ഡിവൈസിൽ മറന്നു പോകാതെ നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ കാണുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളുടെ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പം തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതാണ്. ആൻഡ് എന്നോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതാണെങ്കിൽ
എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. And thank you so much for watching this whole video. This is Yevin Xavier signing from Evika.